ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയുടെ മകൾ അവന്തിക അയർലൻഡിൽ നിന്ന് പഠിത്തമൊക്കെ പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. അനന്തപുരിയിൽ അടുത്ത പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് തന്നെ അവന്തികയുടെ വരവോടുകൂടിയാണ്. പണ്ട് മുതലേ അവന്തികയ്ക്ക് ആദർശിനോട് ഒരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. അത് വെറുമൊരു പ്രണയം മാത്രമായിരുന്നില്ല. ആദർശിൻ്റെ സ്വത്തിനോടും അനന്തപുരിയിലെ പണത്തോടും അതുപോലെ വലിയൊരു കോടീശ്വരനാണെന്നുള്ള ആളുടെ ഭാര്യ പദവിയും ഇതൊക്കെ മോഹിച്ചായിരുന്നു അവന്തിക ആദർശിനെ സ്നേഹിച്ചത്. എന്നാൽ ആദർശ് നയനയെ വിവാഹം കഴിച്ചതോടുകൂടി ജലജയുടെയും അവന്തികയുടെയും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയായിരുന്നു. ഇപ്പോൾ പഴയതിലും വലിയ വാശിയോടുകൂടിയാണ് അവന്തിക തിരിച്ചു നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ തിരികെ എത്തിയ അവന്തികയെ ജലജയും അഭിയും കൂടി സ്വീകരിച്ചു. അവന്തികയുടെ ഉള്ളിലാണെങ്കിൽ പഴയ കുസൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം, അബിയെ ജയിലിലാക്കിയവർക്ക് തിരിച്ചു പണി കൊടുക്കണം, ഇതൊക്കെ മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ജലജ അവന്തിയോട് പറയുന്നുണ്ട്, എന്തായാലും മോള് വന്നത് നന്നായി, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോളുടെ കയ്യിലാണ്. എങ്ങനെയെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തി ഇവിടുത്തെ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിലാക്കണം, അതാണ് ഇനി മോള് ചെയ്യേണ്ടത്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അമ്മേ, ആദർശേട്ടൻ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ആ നയന എന്ന് പറയുന്നവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുശേഷം ആ സ്ഥാനത്ത് കയറിക്കൂടണം. എന്നാൽ മാത്രമേ ഈ കുടുംബത്ത് നമുക്കൊരു സ്ഥാനം, നമ്മുടേതായ നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എൻ്റെ ഏട്ടന് ഒരു ജോലിയും ഇല്ല, ഈ സ്ഥാപനത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവനെ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് ഏട്ടന് ഇരിക്കാൻ പറ്റൂ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അബിയും അവന്തികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോള് പറഞ്ഞത് ശരിയാണ്, ഇനി ആ നയനയെ ഒഴിവാക്കി ആദർശിനെ മോളുടെ വരുതിയിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഒരു കളിയും നടക്കില്ല. അവളെ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ പേരിലേക്ക് ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ ആക്കാൻ പറ്റുള്ളൂ. അതിന് മോൾ എങ്ങനെയെങ്കിലും ആദർശിനെ കയ്യിലെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടെ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. അങ്ങനെ അവന്തിക അവളുടെ പ്ലാൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് നയനെ ഒഴിവാക്കുക, അതിനുശേഷം ആദർശിൻ്റെ ഭാര്യയായിട്ട് അവന്തിക ആ സ്ഥാനത്തേക്ക് വരിക. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാവുകയുള്ളൂ. ഇവിടുത്തെ കോടിക്കണക്കിന് സ്വത്തുക്കൾ പോലും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യം നടപ്പാക്കണം എന്ന് അവന്തിക അവയോട് പറയാണ്. അങ്ങനെ ആദർശ് ദുബായിലേക്ക് പോകുന്ന സമയത്താണ് അവർ മൂന്നുപേരോട് തീരുമാനിക്കുന്നുണ്ട്, ഈ സമയമാണ് കറക്റ്റ്, എങ്ങനെയെങ്കിലും അവരങ്ങനെ അവരുടെ പ്ലാനുകളൊക്കെ നടത്തിയെടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ ദുബൈയിലേക്ക് ചെന്ന ആദർശനെ കാത്തിരുന്നത് അവിടുത്തെ അബിയുടെ സൗഹൃദ വലയത്തിലുള്ള ശത്രുക്കളായിരുന്നു. അവർ അവിടെ ഉണ്ടാക്കിയ കള്ളക്കണക്കുകളും കാരണങ്ങളും ഒക്കെ കാണിച്ച് ദുബായ് പോലീസ് ആദർശിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരപരാധിയായ ആദർശ് ദുബായിലെ ജയിലിൽ അകപ്പെടുകയാണ്. ഈ വിവരം അനന്തപുരിയിലും എത്തുന്നുണ്ട്. മുത്തശ്ശനാണ് ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആദർശന് ഈ ഗതി വന്നല്ലോ എന്നോർത്ത്. താൻ പോകേണ്ട സ്ഥാനത്താണ് തൻ്റെ കൊച്ചുമകൻ പോയത്. തനിക്ക് കിട്ടേണ്ട ജയിൽവാസമാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഇതറിഞ്ഞ നയനയും ആകെ തകർന്നു പോകുന്നുണ്ട്. നയന കരഞ്ഞുകൊണ്ട് ദേവയാനോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചു? ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല, എനിക്കറിയാം. ഇതാരോ മനഃപൂർവ്വം കള്ളത്തരം കാണിച്ച് ഏട്ടനെ കുടുക്കിയതാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേവയാനി ആകെ തകർന്നു പോയിരുന്നു. ദേവയാനി പറയുന്നുണ്ട്, ശരിയാണ് മോളെ, ആദർശ് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്തില്ല. ഇത് മനഃപൂർവ്വം അവനെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തു വെച്ചതാണ്. എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ജലജയ്ക്കും അബിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തി, എൻ്റെ മോൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏട്ടത്തിയുടെ മകനും ജയിലിലായി. എന്തായാലും ദൈവം വലിയവനാണ്, ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസ ചിരിയോടുകൂടി ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. ജലജയുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ മുത്തശ്ശന് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ പറയുന്നത്? കുടുംബത്തിൽ ഒരാൾക്ക് ഒരപകടം വരുമ്പോൾ നീ ഇങ്ങനെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. നിന്റെ മോനെ പോലെ ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടല്ല ജയിലിലേക്ക് പോകുന്നത്. അവൻ നിരപരാധിയാണ്. നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ ആദർശ് തിരികെ എത്തും
എന്നൊക്കെ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ജലജയോട് പറയുന്നുണ്ട്. അങ്ങനെ നിയമപരമായുള്ള എല്ലാ പേപ്പറുകളും നീക്കി ആദർശ് നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള പരമാവധി ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ശത്രുക്കളുടെ പിടി മുറുക്കം വളരെ ശക്തമായതായിരുന്നു. നവ്യയ്ക്കും ആദർശിൻ്റെ ഈ അവസ്ഥ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അയാൾ ജയിലിൽ തന്നെ കിടക്കണ്ടേ, അയാൾക്ക് ആവശ്യമാണ് ഇത്. ചെയ്ത തെറ്റിന് അയാൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും ഇങ്ങനൊരു തെറ്റിന് വേണ്ടിയിട്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞ് അബിയുടെ കൂട്ടത്തിൽ ചേരുന്നുണ്ട് നവ്യയും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ആദർശ് നിരപരാധിയായെന്നറിഞ്ഞ് ജയിൽ മോചിതനായി. ഇതറിഞ്ഞ് അനന്തപുരിയിലുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ദുബായിൽ നിന്ന് തിരികെ എയർപോർട്ടിലേക്ക് എത്തുന്ന ആദർശിനെ സ്വീകരിക്കാനായിട്ട് നയനയും എയർപോർട്ടിൽ ചെല്ലുന്നുണ്ട്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പും സങ്കടങ്ങളും നിറഞ്ഞ ദിവസങ്ങളുമായതുകൊണ്ട് തന്നെ ആദർശിനെ കണ്ട ഉടനെ നയന പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇനി എന്നെ ഒരിക്കലും ആദർശത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് എന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി ഒരുപാട് കരഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നയന. എന്നാൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിന്റെ അരിക്കെന്ന് ഞാൻ മാറില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ആദർശ് നയനയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ആദർശും നയനയും കൂടെ തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ്. എന്നാൽ വരുന്ന വഴിയിൽ തന്നെ ഇവരെ കാത്ത് വേറെ അപകടങ്ങളും കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം അവന്തികയും അബിയും കൂടെ തീരുമാനമെടുത്തതുപോലെ നയനെ ഇല്ലാതാക്കാനുള്ള പല വഴികളും അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവരവിടെ. അതിനുവേണ്ടി എയർപോർട്ടിൽ മുതൽ തന്നെ ആദർശിൻ്റെയും നയനയുടെയും കാറിനെ പിന്തുടർന്ന് ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആദർശും നയനയും ആ കാറിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ സ്പീഡിലെത്തിയ ട്രക്ക് നയനയും ആദർശും സഞ്ചരിച്ചിരുന്ന കാറിനെ വന്നിടിച്ചു. ആദർശേട്ടാ എന്നുള്ള നയനയുടെ നിലവിളി പോലും ആ ഇടിയുടെ ശബ്ദത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിക്കൂടിയ നാട്ടുകാർ രക്തത്തിൽ കുളിച്ചിടക്കുന്ന നയനയെ മാത്രമാണ് കണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ നയനയെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം തന്നെ നയനെ അന്വേഷിച്ചതും ആദർശിനെയായിരുന്നു. എവിടെ ആദർശേട്ടൻ, എവിടെ, എന്തെങ്കിലും പറ്റിയോ ആദർശേട്ടനെ എന്നൊക്കെയായിരുന്നു നയനയ്ക്ക് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന് മറുപടി പറയാൻ ഡോക്ടർമാർക്കും ആകുമായിരുന്നില്ല. കാരണം ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്ന് നയനെ മാത്രമേ കണ്ടുകിട്ടിയിരുന്നുള്ളൂ. ആദർശിനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. കാറ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു, പക്ഷേ ആദർശിനെ മാത്രം കാണാനില്ല. പോലീസ് അന്വേഷണം തുടർന്നു, ഒരു തുമ്പും കിട്ടിയില്ല. ഇടിയുടെ ആഘാതത്തിൽ കൊക്കയിലേക്ക് വല്ലതും തെറിച്ചു വീണോ എന്നോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നോ ആർക്കും തന്നെ ഒന്നും പറയാനായില്ല. അനന്തപുരി തറവാട് വീണ്ടും സങ്കടത്തിൽ ആഴ്ത്തപ്പെട്ടു. നയനയ്ക്കാണെങ്കിൽ ഒന്ന് എഴുന്നേക്കാനോ നിൽക്കാനോ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്കായിരുന്നു. എങ്കിലും ആദർശിനു വേണ്ടി അവൾ അവളുടെ പ്രാർത്ഥന മുറുകെ പിടിച്ചു. ഇതൊക്കെ കണ്ട് ദേവയാനിയും ആകെ തകർന്നു പോയിരുന്നു. ദേവയാനിയാണെങ്കിലും എൻ്റെ മോനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ജലജയ്ക്കും അബിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവരെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതൊക്കെ നടക്കുന്ന സമയത്തും ആദർശിനെ കാണാതായതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ആദർശിനെ പൊക്കിയെടുത്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് അവന്തിക പറഞ്ഞയച്ചവർ തന്നെയായിരുന്നു. അവന്തിക പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആദർശിനെ എത്തിച്ചതും. ഇതൊക്കെ അവന്തികയുടെയും അബിയുടെയൊക്കെ ഒരു പ്ലാനിങ് മാത്രമായിരുന്നു. അങ്ങനെ അവന്തിക ആദർശിനെ പരിശോധിച്ച ഡോക്ടറെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇയാളുടെ തലയ്ക്ക് ശക്തമായ ക്ഷതമേറ്റിട്ടുണ്ട്, എന്നാലും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എന്താ ഡോക്ടർ, എന്താണ് പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറയും. അത് വേറെയൊന്നുമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തിരിച്ചു വരാനും സാധ്യമാവും. ചിലപ്പോഴാണെങ്കിൽ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളെടുക്കാം, ഇല്ലെങ്കിൽ വർഷങ്ങളെടുക്കാം. അതുമല്ലെങ്കിൽ തിരിച്ച് ഓർമ്മകൾ പഴയപടി തിരിച്ച് കിട്ടിയില്ല എന്നും വരാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു അവന്തികയ്ക്ക്. അവന്തിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ആദർശേട്ടന് ഒന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ജനലിൽ കൂടി വെളിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആദർശിനെയാണ് അവന്തിക കാണുന്നത്.
ആദർശേട്ടാ എന്ന് അവന്തിക വിളിക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാനാണോ ആദർശ്? നിങ്ങൾ എന്നെയാണോ വിളിച്ചത്? നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം മുതലാക്കി അവന്തിക ആദർശിൻ്റെ അരികെ ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ, എല്ലാം മറന്നുപോയോ? ഇത് ഞാനാണ്, ആദർശേട്ടൻ്റെ ഭാര്യ അവന്തിക. ഒരു അമ്പരപ്പോടു കൂടി തന്നെ ഇത് കേട്ട് ആദർശ് അവന്തിയെ നോക്കുന്നുണ്ട്. ഭാര്യയോ? അപ്പോൾ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണോ? അതെ ആദർശേട്ടാ, ഞാനാണ് ആദർശേട്ടൻ്റെ ഭാര്യ. നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതാണ്. ഈ ഒരു അപകടത്തോടു കൂടിയാണ് ആദർശേട്ടൻ്റെ ഓർമ്മശക്തിയെല്ലാം പോയത്. എന്തായാലും ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ഏട്ടനെ ഞാൻ തനിച്ചാക്കില്ല എന്നൊക്കെ പറഞ്ഞ് നുണകൾ ഓരോന്നോരോന്നായി കെട്ടഴിച്ച് വിട്ടതുപോലെ അവന്തിക പറഞ്ഞു ഫലിപ്പിക്കുന്നുണ്ട്. എന്നാൽ പാവം ആദർശ് തൻ്റെ ഭാര്യ നയനയാണെന്നും അതുപോലെ മറ്റൊരു ജീവിതം തനിക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടെന്നും ഒന്നും അറിയാതെ അവന്തിക വിരച്ച വലയിൽ അവൻ വീഴുകയാണ്. അവന്തിക പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവൻ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ അവന്തിക അനന്തപുരിയെക്കുറിച്ചോ നയനയെക്കുറിച്ചോ അങ്ങനെ ഒരു വീടിനെക്കുറിച്ചോ പോലും ഒരു സൂചന പോലും നൽകാതെ തന്നെ ആദർശിനെ അവിടെ നിന്നും ഡിസ്ചാർജാക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേസമയം അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയുമായിരുന്നു. കാരണം ഇത്രയും ദിവസമായിട്ടും ആദർശിനെ കണ്ടുകിട്ടാത്തതിൽ പോലീസ് പോലും അന്വേഷണത്തിന് വഴിമുട്ടി. അവസാനം പോലീസ് ആദർശ് മരിച്ചുപോയെന്ന് തന്നെ വിധി എഴുതുകയാണ്. കാരണം അത്രയും വലിയ അപകടത്തിൽ ഒരു കാരണവശാലും ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. വല്ല വന്യമൃഗങ്ങളും എടുത്തുകൊണ്ട് പോവുകയോ എല്ലാം ചെയ്തതായിരിക്കും, അതുകൊണ്ടായിരിക്കും ബോഡി കിട്ടാത്തതെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാണ് പോലീസുകാർ. ഇതോടുകൂടി അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ ആദർശ് മരണപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ജലജയും അഭിയും കൂടി ആദർശിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തണമെന്ന് പറഞ്ഞ് കുടുംബത്തിൽ വലിയ ബഹളക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിന് നയന സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ആദർശേട്ടൻ ഒരു കുഴപ്പവുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതെ മറ്റെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അധികം താമസിയാതെ തന്നെ എന്നെ അന്വേഷിച്ച് അദ്ദേഹം ഇവിടേക്ക് വരും എന്നൊക്കെ നയന പറയുന്നുണ്ട്. നയനയുടെ ഈ അഭിപ്രായത്തോട് തന്നെ മുത്തശ്ശനും യോജിച്ചിരുന്നു. ബോഡി കിട്ടാത്തിടത്തോളം കാലം ആദർശിൻ്റെ മരണാനന്തര ചടങ്ങ് നടത്തേണ്ട കാര്യമില്ല എന്ന് ആ മുത്തശ്ശനും തീർത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരികയാണ്. ജലജ നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആദർശ് മരിച്ചു എന്ന് അംഗീകരിക്കാൻ നിനക്കെന്താ ഇത്ര മടി? ഇല്ല, എൻ്റെ ആദർശേട്ടൻ മരിച്ചിട്ടില്ല, അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെ നയന ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ അനന്തപുരിയിലുള്ളവർ മുഴുവൻ നിരാശയുടെയും അതേപോലെ പ്രത്യാശയുടെയും നൂൽപാലത്തിൽ നിൽക്കുകയാണ്. ഇതേസമയം താൻ എന്തായിരുന്നെന്നോ തൻ്റെ ജീവിതം എന്താണെന്നോ അറിയാതെ അവന്തികയുമായിട്ടുള്ള ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയാണ് ആദർശ്. ഇനി നയനയുടെ പ്രാർത്ഥനയിൽ ആദർശ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നും ഇല്ലെങ്കിൽ അനവന്തികയുടെ ചതിയിൽപ്പെട്ട് ആദർശ് അവന്തികയുമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.